ഹായ് നമസ്കാരം. പശുവും ചത്തു മോരിലെ പുളിയും പോയി. എങ്കിലും ബിഗ് ബോസിനെ കുറിച്ചൊരു രണ്ട് വാക്ക് പറയാതിരിക്കാൻ വയ്യ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലരും പ്രചരിപ്പിക്കുന്നൊരു ന്യൂസുണ്ട്. ബിഗ് ബോസ് ഒരു മെൻ്റൽ ഗെയിമാണ്. ഇതൊരു നല്ലൊരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്ന ഗെയിമല്ല, ഇതൊരു മെൻ്റൽ ഗെയിമാണ്. അത് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇതൊരു മെൻ്റൽ ഗെയിമും അനുമോൾക്ക് ഫസ്റ്റ് റണ്ണപ്പറായ അനുമോളും മെൻ്റൽ ഗെയിമും തമ്മിലുള്ള എന്തൊരു മാച്ചാണ് അവിടെ നടന്നിരിക്കുന്നത്. അനുമോളൊരു മെൻ്റൽ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നോ? മെൻ്റൽ പവറിനെ അല്ലെങ്കിൽ ഒരു മെൻ്റൽ സ്ട്രെങ്ത്ത് കൺട്രോൾ ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നോ? ഒരിക്കലുമല്ല. അവിടെ അനുമോളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനേക്കാളും എത്രയോ നല്ല ഗെയിം കളിക്കുന്നവരുണ്ടായിരുന്നു അവിടെ. മെൻ്റൽ സ്ട്രെങ്ത്തിനെ കൺട്രോൾ ചെയ്ത് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് എത്രയോ പേരുണ്ടായിരുന്നു അവിടെ. ഒരു എക്സാമ്പിൾ നമുക്ക് ആദില നൂറെ തന്നെ എടുക്കാം. ഒരവസരത്തിൽ ലക്ഷ്മി ആദില നൂറെക്കുറിച്ച് പറഞ്ഞിരുന്നു, വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത രണ്ട് പേരുടെ കൂട്ടുപിടിച്ച് എൻ്റെ അടുത്ത് വാദിക്കാൻ വരരുത്, എന്നോട് സംസാരിക്കാൻ വരരുത്. അതുദ്ദേശിച്ചത് ആദില നൂറിയെക്കുറിച്ചായിരുന്നു. ലക്ഷ്മി വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത. അന്നേരം ലാലേട്ടൻ പറയുന്നുണ്ട്, ആ വീക്കെൻഡിൽ ലാലേട്ടൻ പറയുന്നുണ്ട്, ആരാണ് ഇവിടെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തത്, അവർ ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമല്ലോ എന്ന്. അവിടെ നൂറയുടെയും ആദിലയുടെയും ആ മെൻ്റൽ പവർ എന്തായിരിക്കും? അവർ അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്തോ? പോയിരുന്ന് കരഞ്ഞോ? സങ്കടപ്പെട്ടോ? ഇല്ല. അവർ അതിനെ ചെറുത്ത് നിന്നു. അവരുടെ ആ മെൻ്റൽ സ്ട്രെങ്ത്താണ് ഇവിടെ മെൻ്റൽ സ്ട്രെങ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മെൻ്റൽ ഗെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർ ഒരു അക്ഷരം പോലെ അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്തില്ല. അവിടെ അവർ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്തു. അതിലുപരി അനീഷ് 7 പ്രാവശ്യം ജയിലിൽ പോയിട്ടും അവനൊരിക്കലും അതിനെക്കുറിച്ച് അതിനെപ്പറ്റി പ്രതികരിച്ചില്ല. അതാണ് ഒരു മെൻ്റൽ സ്ട്രെങ്ത്, അതാണ് ഒരു മെൻ്റൽ ഗെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ അനുമോൾ സ്റ്റാർട്ടിങ് ഫ്രം ദ ബിഗിനിങ് ടിൽ ദി എൻഡ്, whenever something happened, Animal was reacting, going and sitting and crying, and leaving 2-3 meals, and all are going and calling her, no, and she's not coming. വേണ്ട, എനിക്ക് മീൽസ് വേണ്ട, എനിക്ക് വേണ്ട, എനിക്കിപ്പോൾ വേണ്ട, ഇന്ന് ഭക്ഷണം വേണ്ട, ഞാൻ ഉറങ്ങാൻ വന്നവർക്ക് വേണ്ട, ഞാനിവിടെ കിടന്നോളും, സോഫയിൽ കിടന്നോളും. അതാണ് ഒരു മെൻ്റൽ സ്ട്രെങ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും പറഞ്ഞൊരു മെൻ്റൽ ഗെയിം, ഇതാണ് ഒരു മെൻ്റൽ ഗെയിം. അല്ല, ഒരിക്കലും അല്ല. മെൻ്റൽ ഗെയിം എന്ന് പറഞ്ഞാൽ ഇമോഷൻസിനെ അവിടെ അനുമോൾ കൺട്രോൾ ചെയ്യണമായിരുന്നു. ഇതൊരിക്കലും ഒരു മെൻ്റൽ ഗെയിമായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല, ഇല്ല. പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും എനിക്ക് സങ്കടം വരുന്ന ലാലേട്ടനെ കുറിച്ചാണ്. ഇത്രയും ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെള്ളം കോരി കുടം നിറച്ച് വൈകുന്നേരം പോയപ്പോൾ ആ കുടം കമത്തിക്കളഞ്ഞൊരു കാര്യത്തോടാണ് ഞാൻ ലാലേട്ടനെ ഇവിടെ ഉപമിക്കുന്നത്. കാരണം ഇത്രയും വർഷങ്ങൾ ഈ ലോകം മുഴുവനും കേരളത്തിലെ ജനങ്ങൾ മുഴുവനും ആരാധിച്ചു കൊണ്ടിരുന്ന ലാലേട്ടൻ ഇത്തരം ഒരു റിയാലിറ്റി ഷോയെ ലീഡ് ചെയ്യുന്നതിൽ ഒരിക്കലും ഒരു താല്പര്യമില്ല. അവിടെ ലാലേട്ടനാണ് കൊച്ചായി പോകുന്നത്, ചെറുതായി പോകുന്നത്. ലാലേട്ടൻ്റെ വ്യക്തിത്വമാണ് ഇതെല്ലാം ബാധിക്കുന്നത്. ലാലേട്ടൻ ഇത് ഒരിക്കലും ഏറ്റെടുക്കാൻ പാടില്ലായിരുന്നു, ഇത്തരം ഒരു റിയാലിറ്റി ഷോ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം എല്ലാവരും റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ലാലേട്ടനെയാണ്. കാരണം ലാലേട്ടനാണ് ഗ്രാൻഡ് ഫിനാലയുടെ അന്ന് അവിടെ അനൗൺസ് ചെയ്തത്, ഈ അവകാശം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. അത് മറ്റൊരാൾക്ക് ബിഗ് ബോസിന് വിട്ടുകൊടുക്കുകയല്ല ചെയ്തത്, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കല്ല ചെയ്തത്. ലാലേട്ടൻ കൈ പിടിച്ച് ഉയർത്തിയിട്ട് ലാലേട്ടൻ എന്താണ് പറഞ്ഞത്? ആ വോട്ട് താഴെയും ഉയർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാലേട്ടൻ പറഞ്ഞു, ഈ അവകാശം ഞാൻ ഏറ്റെടുക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് ഫസ്റ്റ് റണ്ണപ്പറിൻ്റെ അനുമോളുടെ കൈ പിടിച്ച് ഉയർത്തിയത്. അവിടെയാണ് ലാലേട്ടന് ചെറുതായി പോയത്. ലാലേട്ട അത് അനുമോളല്ലായിരുന്നോ ശരിക്കും അത് ഡിസേർവ് ചെയ്യേണ്ടത്? ഓക്കെ, അനുമോളുടെ കഷ്ടപ്പാടുകൾ, അനുമോളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ, ഒരു പെണ്ണെന്ന നിലയിൽ അനുമോൾ കുഞ്ഞിനെ തൊട്ട് അനുഭവിച്ച കഷ്ടപ്പാടുകൾ പ്രകാരം നമുക്ക് അനുമോളിനെ ഹെൽപ്പ് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ സഹായിക്കായിരുന്നു വേറെ രീതിയിൽ. പക്ഷേ ഒരു ഗെയിം എന്ന് പറയുമ്പോൾ അത് വിന്നറായിട്ടുള്ള വ്യക്തിക്ക് തന്നെ കൊടുക്കണം. ആ ഒരു ഫസ്റ്റ് റണ്ണറപ്പ് വിന്നറായിട്ടുള്ളൊരു വ്യക്തിക്ക് തന്നെ കൊടുക്കണം ലാലേട്ട. അവിടെയാണ് ലാലേട്ടനെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഒത്തിരി വിഷമം തോന്നുന്നത്. ഇപ്പോൾ എന്തുകൊണ്ടാണ് പല ഓഫറുകൾ ഇപ്പോൾ അനീഷിന് മുന്നോട്ട് വെക്കുന്നുണ്ട്. കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് തന്നെ 10 lakhs ഓഫർ ചെയ്തിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? അവർക്ക് തന്നെ ജനങ്ങൾക്കറിയാം, ജനങ്ങൾ ഏറ്റെടുത്ത വ്യക്തി അനീഷാണ്. അനുമോൾക്ക് തന്നെ ഫസ്റ്റ് റണ്ണപ്പർ വിജയം കൊടുത്തത് അവർക്കറിയാം. ഇത് അനുമോൾക്കല്ല കൊടുക്കേണ്ടത്, അനീഷിനാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പല ഓഫറുകളും അനീഷിന് മുൻപോട്ട് നീട്ടി വയ്ക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്തായിരുന്നു? അനീഷ് തന്നെയായിരുന്നു ഫസ്റ്റ് റണ്ണപ്പർ വിജയി എന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, നന്ദി, നമസ്കാരം.